നിങ്ങളിൽ പലരും ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? NDAയുടെ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ NDA എൻട്രൻസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. വർഷത്തിൽ 2 തവണയാണ് നമുക്ക് എക്സാംസ് വരുന്നത്. ഏപ്രിലും സെപ്റ്റംബറിലുമാണ് കൂടുതലും എക്സാംസ് നടത്താറ്. അപ്പോൾ ഓരോ എക്സാമിലും 2 പേപ്പർ വീതമാണ് ഉണ്ടാകുന്നത്. ഒരു പേപ്പർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആയിരിക്കും, രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു SSB ഇൻ്റർവ്യൂ ഉണ്ടാകും, അത് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും ഫസ്റ്റത്തെ കടമ്പ എന്ന് പറയുന്നത് എന്താ? ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ NDA എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക? ആദ്യം നമ്മൾക്ക് എന്തറിയണം? ഇതിൻ്റെ സിലബസ് എന്താണ്, ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്താണ് എന്നറിയണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 പേപ്പേഴ്സാണ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടാവുന്നത്. ഫസ്റ്റ് പേപ്പർ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നിന്ന് മാത്രമായിട്ട് 300 മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നതാണ് ജനറൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ 600 മാർക്സിൻ്റെ പേപ്പറാണ് ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 300 + 600 ടോട്ടൽ 900 മാർക്സിൻ്റെതാണ് നമ്മളുടെ ഫസ്റ്റത്തെ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ എബിലിറ്റി ടെസ്റ്റ് തന്നെ നമ്മൾ വീണ്ടും എങ്ങനെയാണ് 2 പാർട്ടായിട്ട് ആ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എയിൽ വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നിന്നും 200 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പാർട്ട് ബിയിൽ വരുന്നതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസ്, കറണ്ട് ഇവൻറ്റ്സ്, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. അപ്പോൾ അതിൽ തന്നെ ഫിസിക്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്സ്, 100 മാർക്സ് ആണ്. പിന്നീട് ജനറൽ സയൻസ്, കറണ്ട് ഇവൻറ്റ്സ് 40 മാർക്സ് ആണ്. ദെൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് ഫൈനലി കെമിസ്ട്രിയിൽ നിന്നും 60 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം പാറ്റേൺ ഇങ്ങനെയൊക്കെയാണ് മാർക്സ് വരുന്നത് എന്നുള്ളൊരു അറിവ് ആദ്യമേ നമുക്ക് വേണം. പിന്നെ നമ്മൾക്ക് NDAയുടെ സിലബസിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ് നമ്മളുടെ NDAയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ, അതായത് www.upsconline.com എന്ന വെബ്സൈറ്റിൽ പോയാൽ നമ്മൾക്ക് NDAയുടെ കംപ്ലീറ്റ് സിലബസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ സിലബസിനെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ സിലബസ് മനസ്സിലാക്കിയിട്ട് എക്സാം പാറ്റേണും കൂടിയും നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് 300 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കൂടുതൽ ഫോക്കസ് ആ സബ്ജക്റ്റിന് കൊടുക്കണം. അതുപോലെ ജനറൽ സയൻസ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അറിവ് നമുക്ക് വേണം. ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അല്ലെങ്കിൽ മാഗസീൻസ്, ജേർണൽസ്, ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക. അങ്ങനെ നമ്മുടെ ജനറൽ നോളജ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനെയും മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ സിലബസ് വച്ചിട്ട് നോക്കണം എന്തോരം പോർഷൻസ് അല്ലേ, എങ്ങനെയൊക്കെ കവർ ചെയ്യണം എന്നുള്ളത്. ഇനി നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ബേസിക്സിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും ബേസിക് തുടങ്ങി പഠിക്കുക. ബേസിക്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഏത് ലെവലിലുള്ള, ഏത് ടഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്ക് പഠിക്കാൻ എടുത്താലും ചുമ്മാ കുറച്ചെന്തോ പഠിച്ചു പോകുന്നതിന് പകരം അതിൻ്റെ ബേസിക്സ് ക്ലിയർ ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. മറ്റൊരു കാര്യമാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് കൊണ്ടുവേണം? ഈ NDAയുടെ കോച്ചിങ് അല്ലെങ്കിൽ NDAയുടെ പഠനവും അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ സ്കൂളിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ടൈം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയം കുറച്ച് NDAയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഡെയിലി മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ടോപ്പിക്സിനെയൊക്കെ ഈസി ടോപ്പിക്സ്, ഡിഫിക്കൾട്ട് ടോപ്പിക്സ് എന്ന് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഈസി ടോപ്പിക്സിന് കുറച്ച് ടൈം മാത്രം അലോട്ട് ചെയ്യുക. ഡിഫിക്കൾട്ട് ടോപ്പിക്സ് വരുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം? ആ ടോപ്പിക്കിൽ സ്പെൻഡ്
ചെയ്യുക. അപ്പോൾ ഡെയിലി കുറച്ച് സമയം ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ മാത്രമേ കറക്റ്റ് സമയത്ത് നമ്മുടെ പോർഷൻസ് ഒക്കെ പഠിച്ചു തീരുകയുള്ളൂ. അപ്പോൾ എൻറ്റയർ സിലബസ് ടൈമിൽ കവർ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ദെൻ നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റ് സമയത്തിനുള്ളിൽ നമുക്ക് എക്സാം മൊത്തം എന്താണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് എന്തോരം ക്വസ്റ്റ്യൻസ് ഇത്ര ടൈമിനുള്ള അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക് തന്നെ എന്താണ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ടും നമ്മളുടെ ആ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റുകളൊക്കെ ധാരാളം ചെയ്ത് നോക്കണം. അതേപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീസും ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും സോൾവ് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റിവിഷൻ അല്ലേ? അപ്പോൾ റിവിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. നമ്മൾ പറഞ്ഞു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് NDAയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു തവണ പഠിച്ചെടുത്ത് വെച്ചാൽ പിന്നെ എന്തായാലും നമുക്ക് പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ അത് ഓർമ്മ വരണം എന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും 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 റിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഇടുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് പഠിക്കാനുള്ള സമയം മാത്രമല്ല, അത് റിവൈസ് ചെയ്യാനുള്ള എക്സ്ട്രാ ടൈമും കൂടി നമ്മളുടെ ആ ടൈം ടേബിളിൽ എന്ത് ചെയ്യണം? അലോട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അല്ലെ? നമുക്ക് NDAയുടെ എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമില്ല, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ എക്സാം വിന്നർ +1 സ്റ്റുഡൻസിന് വേണ്ടി NDA ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മളുടെ ദ്രോണ ബാച്ച് ആണ്. അപ്പോൾ ഡിഫൻസ് ക്രാക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ഗൈഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ദ്രോണ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീക്ക്ലി റിവിഷൻ ക്ലാസ്സസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാത്സിലായിരിക്കും. കാരണം മാത്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടാകും, അതുകൂടാതെ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാകും, എക്സാം ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാകും. നമ്മുടെ എല്ലാ ക്ലാസ്സസിൻ്റെയും നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 815 റുപ്പീസിൻ്റെ പാത്ത് ഫൈൻഡറിൻ്റെ ബുക്കാണ്. അതും ഫ്രീ ആയിട്ടാണ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ബുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ഓഫറാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 2999 റുപ്പീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒട്ടും മടിക്കണ്ട, എന്നാൽ നമ്മുടെ ബാച്ചിൽ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.